നിങ്ങൾക്കറിയോ, ഒരു പെണ്ണ് ഗർഭിണിയാവുന്ന നിമിഷം മുതൽ അവൾ പിന്നെ ദേവിയെ പോലെയാ. അവളെ ആരും വേദനിപ്പിക്കാറില്ല, ഉപദ്രവിക്കാറില്ല, അപമാനിക്കാറില്ല. നിങ്ങളിപ്പോ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് നിങ്ങളുടെ അനിയത്തെ അപമാനിക്കുന്നതിന് തുല്യ. ഒരു അന്യപുരുഷന്റെ കാല് കഴുകുന്ന സമയത്ത് ഗർഭിണിയായി ഞാൻ അനുഭവിച്ച സങ്കടവും വേദനയും അപമാനവും എത്രയാണെന്ന് തനിക്ക് പറഞ്ഞ മനസ്സിലാവില്ല. അതിനുള്ള ശിക്ഷ ദൈവം തനിക്ക് തരും. അത് നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. നിങ്ങളുടെ സഹോദരിയോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഗർഭിണിയായ എന്നെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യിക്കില്ലായിരുന്നു. ഇതിന്റെ പാപം തനിക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അനിയത്തിയോടുള്ള തന്റെ സ്നേഹം ആത്മാർത്ഥതയില്ലാത്തതാണെന്ന്. നിങ്ങൾ അവളെ സ്നേഹിച്ചിട്ടേ ഇല്ല. ഇനി ഒരക്ഷരം നീ മിണ്ടി പോരുത്. എന്റെ അനിയത്തെ ഞാൻ സ്നേഹിച്ചിട്ടില്ലെന്ന് പറയാൻ നീ ആരാ? കുഞ്ഞുനാളെ മുതല് എന്റെ കൈക്കുമ്പിളിൽ വെച്ച് വളർത്തിയതാ എന്റെ മോളെ. ആ എന്റെ അനിയത്തിയാ നിന്റെ ആങ്ങളെ വണ്ടി ഇടിച്ച് കൊന്നത്. അവനെ ഞാൻ വെറുതെ വിടില്ല. അവനെനിക്ക് കിട്ടിയേ തീരൂ. നീ പറഞ്ഞല്ലോ, സ്ത്രീകളോടുള്ള സ്നേഹം, ബഹുമാനം ഇതൊന്നും എനിക്കില്ലെന്ന്. എന്റെ മുമ്പിൽ നിന്ന് നീ ജീവനോടെ രക്ഷപ്പെടുന്നത് നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ട് മാത്ര. നിന്നെ ഞാനൊന്നും ചെയ്യില്ല. പക്ഷേ അനൂപിനെ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നില്ലെങ്കിൽ നിന്റെ ഭർത്താവിൻ്റെയും സഹോദരൻ്റെയും ജീവന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പും പറയാൻ കഴിയില്ല. ഇനി നീ പൊയ്ക്കോ. ഇല്ല, എന്റെ ആവണി മോളെ കിട്ടാതെ ഞാൻ പോവില്ല. നിന്റെ ആവണി മോൾ ഇപ്പോൾ അവളുടെ വീട്ടിൽ തിരിച്ചെത്തി കാണും. സംശയമുണ്ടെങ്കിൽ നീ ഒന്ന് വിളിച്ചു ചോദിക്കേ. ഇറങ്ങി വാ. അമ്മേ, മോളെ. എന്റെ പൊന്നുമോളെ, ഇതുവരെ നീ എവിടെയായിരുന്നു? മോളെ അവിടെ നീ എങ്ങനെ രക്ഷപ്പെട്ടെ? ആരാ മോളെ രക്ഷപ്പെടുത്തിയ? അച്ചു ആന്റിയാണോ? അച്ചു ആന്റി ഞാൻ കണ്ടില്ലല്ലോ. മോളെ ആരാ പിടിച്ചോണ്ട് പോയത്? പിടിച്ചോണ്ട് പോയെന്നോ? എന്നെ ആരും പിടിച്ചോണ്ടൊന്നും പോയതല്ല. പിന്നെ സച്ചിയങ്ങളും അച്ചു ആന്റിയും പറഞ്ഞിട്ട് ഓഫീസിൽ നിന്നും വന്ന സ്റ്റാഫുകളുടെ കൂടെ ഞാൻ പോയത്. എന്നിട്ട് ഓള് സച്ചിയങ്ങളുടെ ഓഫീസിൽ പോയോ? ഇല്ല. പിന്നെ അവരുടെ മോളെ എവിടെയാ പോയത്? ഞങ്ങൾ കൊറേ ചുറ്റിയടിച്ചു. മോളെ, നല്ല പാട്ടല്ലേ? മോക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല, എനിക്ക് വേറെ പാട്ട് മതി. പാട്ട് മാറ്റാം. ആ മാറ്റാം. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ. ഇതെങ്ങനെയുണ്ട്? ഇതല്ല, വേറെ. പിന്നെയും കണ്ട നേരം മാറ്റി കൊടുറാ. ഇത് ഭയങ്കര ബോറാണ്. എനിക്ക് പാട്ട് വേണ്ട. പാട്ട് വേണ്ടെങ്കിൽ വേണ്ട. പാട്ട് നിർത്തണം. ആ എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം.
നമുക്ക് പാർക്കിൽ പോയാലോ? വേണ്ട. പിന്നെ മോക്കെന്ത് വേണം? എനിക്ക് ഐസ്ക്രീം വേണം. അത് കൊള്ളാം, ഗുഡ് ഐഡിയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐസ്ക്രീം കഴിക്കാം. ഹായ്. ഡാ, വണ്ടി നേരെ ഐസ്ക്രീം പാർലറിലേക്ക് വിട്ടു. നേരെ വിട്ടോടാ അങ്ങോട്ട്. ദാ, മോള് പറഞ്ഞ ഐസ്ക്രീം. എന്താ നോക്കുന്നേ? കഴിക്കേ. എനിക്കിത് വേണ്ട. എനിക്ക് ചോക്ലേറ്റ് മതി. ഇത് വാനിലയാ. എനിക്കിത് വേണ്ട. അത് പറ്റില്ല, കഴിക്കേ. അയ്യേ, എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം തന്നെ വേണം. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇറങ്ങിപ്പോവും. അയ്യോ, അങ്ങനൊന്നും പറഞ്ഞൂടാ. മോൾ ഇറങ്ങിപ്പോയാ ഞങ്ങളുടെ പണി പോവും. മോക്ക് വേണ്ട ചോക്ലേറ്റ് അല്ലേ? പോയി ചോക്ലേറ്റ് ഫ്ലേവർ ഉണ്ടോടാ? പിന്നെ ഐസ്ക്രീം കഴിച്ചു. എന്നിട്ട് അങ്കിൾമാര് ഒരുപാട് കഥകൾ പറഞ്ഞ് എന്നെ ചിരിപ്പിച്ചു. അപ്പൊ അവരാരും മോളെ ഉപദ്രവിച്ചൊന്നുമില്ലേ? ഇല്ല, ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി. അല്ല, എന്നെ പിടിച്ചോണ്ട് പോയെന്ന് ആരാ പറഞ്ഞേ? അങ്ങനെ പരിചയമില്ലാത്ത ആളുകളൊന്ന് വിളിച്ചപ്പോ മോൾ എന്തിനാ അവരുടെ കൂടെ പോയത്? അച്ചു എൻ്റെ ഓഫീസിലെ സ്റ്റാഫാണെന്ന് പറഞ്ഞോണ്ടാ ഞാൻ പോയത്. അങ്കിളിനും ആന്റിക്കും എന്നെ കാണണോന്ന് പറഞ്ഞതുകൊണ്ടാ വിളിച്ചതെന്ന് അവര് പറഞ്ഞു. മോൾ അച്ചു ആന്റിയെ കണ്ടോ? ഇല്ല, ഞങ്ങൾ ഐസ്ക്രീം കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ ആ അങ്കിളിന് ഒരു ഫോൺ വന്നു. അപ്പോ ആന്റി എന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞുവെന്ന് അങ്കിൾ എന്നോട് പറഞ്ഞു. അങ്ങനെയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അത് അച്ചു ആയിരിക്കും. മോളിങ് എത്തിയോന്നറിയാൻ വിളിക്കുന്നു. മോളെ, അമ്മേ, അവിടെ മോൾ എവിടെ എത്തിയോ? ആ ദാ ഇപ്പൊ ഒരു കാറിൽ ആരോ കൊണ്ട് വിട്ടു. ഓഫീസിൽ നിന്ന് നിങ്ങൾ അയച്ച സ്റ്റാഫാന്നാ മോള് പറഞ്ഞത്. എന്തായാലും ഒരു കുഴപ്പമില്ലാതെ അവളെനിക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അല്ല, മോളിപ്പോ എവിടെയാ? അമ്മ, അവരാരും ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫൊന്നുമല്ല. അവരെല്ലാം ആ ചെങ്കൽ മധുവിന്റെ ഗുണ്ടകളാ. അവരെ മോളെ പിടിച്ചുകൊണ്ട് പോയത്. പിന്നെ വളരെ സന്തോഷത്തോടെയാണല്ലോ അവർ മോളെ ഇവിടെ കൊണ്ടുവിട്ടത്. മോള് വളരെ ഹാപ്പി ആയിരുന്നല്ലോടി. അമ്മ ഫോൺ വെച്ചോ, നീ പിന്നെ വിളിക്കാം. അമ്മേ, അച്ഛൻ എന്താ പറഞ്ഞേ? ചെങ്കൽ മധുവിന്റെ ആൾക്കാർ തന്നെയാ മോളെ കൊണ്ടുപോയത്. കുട്ടി സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിയില്ലേ? ഇനി വെക്ക്. പക്ഷെ ഒന്നോർക്കണം, എന്നോട് പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഇതുപോലെ പലതും സംഭവിക്കും. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ട്രയൽ നടത്തിയത്. ഇപ്പോൾ ഈ ചെറിയ സമയം കൊണ്ട് നീ എത്രമാത്രം ടെൻഷൻ അനുഭവിച്ചു. ഇനിയും ഇതൊക്കെ ആവർത്തിക്കണമെന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ പറഞ്ഞത് ശരിയാ. കുറച്ച് സമയം കൊണ്ട് ഞാൻ ഒരുപാട് ടെൻഷൻ അനുഭവിച്ചു. ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും എന്നെ ശത്രുപക്ഷത്തുമാക്കി. ഇതിനേക്കാളും വലിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്നും എനിക്കറിയാം. പക്ഷേ എനിക്ക് എത്രമാത്രം വേദന അനുഭവിക്കേണ്ടി വന്നാലും എന്തൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടാലും അനൂപേടിനെ സച്ചിയേട്ടൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരില്ല.
ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അതിന് സമ്മതിക്കൂല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലേണ്ടി വരും. ഇനി എന്തിനാ മീര ഇങ്ങനെ കരയുന്നത്? ഒരു പോറല് പോലും വെക്കാതെ മോളിങ് തിരിച്ചു വന്നില്ലേ? ഈ അമ്മയ്ക്ക് ഒന്നും അറിഞ്ഞൂടാ. ഈ ചേട്ടന്മാരൊക്കെ നല്ല ആൾക്കാരാ. അല്ല, അച്ചു ആന്റി സച്ചെങ്കിലും എന്തിനാ അവരെ പറഞ്ഞു വിട്ടത്? അമ്മയ്ക്കറിയില്ല മോളെ. അവര് വരുമ്പോ അമ്മ ചോദിക്കാം. എന്തായാലും മോളെ അവരൊന്നും ചെയ്തില്ലല്ലോ. ഞങ്ങള് വല്ലാതെ പേടിച്ചുപോയി. എന്തിനാ പേടിക്കുന്നേ? അവര് നല്ല ചേട്ടന്മാരല്ലേ. ഞാൻ പറഞ്ഞതൊക്കെ മേടിച്ചു തന്നു, ജ്യൂസ്, ഐസ്ക്രീം. പക്ഷേ എന്നിട്ടല്ല അവരെന്നെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാത്തെ? ആന്റി ഇങ്ങോട്ട് വരും മോളെ. അതുകൊണ്ടല്ലേ മോളെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓ, അവര് പിന്നെ മോളോട് വേറെ എന്തൊക്കെയാ ചോദിച്ചത്? അവരൊരുപാട് കാര്യങ്ങൾ ചോദിച്ചു, കഥകളൊക്കെ പറഞ്ഞു. ഒരു ചേട്ടനാണെങ്കിൽ പാട്ടുപാടി. ഇനി ഇങ്ങനെ ആരെങ്കിലും വന്ന് വിളിച്ചാ അവരുടെ കൂടെ വണ്ടി കയറി പോവല്ലേ? ആദ്യം ഞാൻ പോയില്ലായിരുന്നു, പിന്നെ അവരെന്നെ നിർബന്ധിച്ച് കയറ്റിക്കൊണ്ടു പോയതാ. അങ്കിളിനും ആന്റിക്കും ഉടനെ എന്നെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്നവരൊന്നും നല്ലവരല്ല. ചിലപ്പോ മോളെ ഉപദ്രവിക്കും. അതുകൊണ്ട് ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. പരിചയമില്ലാത്ത ആര് വന്ന് വിളിച്ചാലും ഉടനെ അത് ടീച്ചറിനോടോ സ്കൂൾ ബസ്സിലെ ആയയോടോ അല്ലെങ്കിൽ കൂട്ടുകാരോടോ പറയണം. അമ്മയ്ക്ക് വിഷമായോ? ഇനി ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല, പോരെ? മോള് ചെറിയ കുട്ടിയാ. ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള പ്രായം മോക്കായിട്ടില്ല. ചുറ്റിലും നമ്മളോട് ചിരിച്ചു കാണിക്കുന്നവരെല്ലാം നല്ല ആളുകളല്ല. ഇങ്ങനെ പരിചയമില്ലാത്തവര് നമ്മളെ വിളിച്ചോണ്ട് പോയി അപകടത്തിൽപ്പെടുത്തും. അങ്ങനെ എന്തെങ്കിലും എന്റെ മോക്ക് സംഭവിച്ച അമ്മയ്ക്ക് പിന്നെ ആരാ ഉള്ളേ? ഇനി എന്റെ കൊച്ചിന് അബദ്ധം ഒന്നും പറ്റില്ല, അല്ലേ മോളെ? ആന്റി, മനസ്സിലായിട്ടില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആവണിമോൾക്കൊന്നും വരില്ലെന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞതല്ലേ. അതിന് നീ എന്ത് ചെയ്തു? ആവണി മോളെ കൊണ്ടുപോയവര് തന്നെ അവളെ തിരിച്ചു കൊണ്ടുവന്നു വിട്ടു. അല്ലാതെ നിനക്ക് ഇതിലൊരു റോളും ഇല്ല. എന്റെ പ്രാർത്ഥന കൊണ്ട് കുഞ്ഞിനെ അവരെ ഉപദ്രവിച്ചില്ല. അത് തന്നെ ഭാഗ്യം. നീ എന്തിനാ മീര അവളെ കുറ്റപ്പെടുത്തുന്ന പോലെ സംസാരിക്കുന്നത്? ആ ചെങ്കൽമാധവന്റെ അടുത്ത് പോയി അവള് സംസാരിച്ചത് കൊണ്ടല്ലേ മോളെ അവരിപ്പൊ തിരിച്ചു കൊണ്ടുവിട്ടത്. അത് ഇവള് പറയുന്നതല്ലേ. പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇവള് പറഞ്ഞ എല്ലാം സമ്മതിക്കുന്ന ആളാണ് ചെങ്കൽ മധു എന്ന ഗുണ്ടയെങ്കിൽ
ആദ്യം ഇവള് അനൂപേട്ടനെ രക്ഷിച്ച് കാണിക്കട്ടെ. അപ്പൊ ഞാൻ സമ്മതിക്കാം ഇവളുടെ മിടുക്കുകൊണ്ടാ മോളെ തിരിച്ചു കിട്ടിയതെന്ന്. എനിക്കിപ്പോ ഒരു കാര്യം ഉറപ്പായി, എല്ലാവരും പറയുന്നതാ ശരി. ഇവള് കാരണം ഇവിടെ എല്ലാം സംഭവിക്കുന്നത്. അതിന് വേണം ആദ്യം പരിഹാരം ഉണ്ടാക്കാൻ. മീരെ മതി. ആന്റി, അങ്കിൾ എന്താ വരാത്തെ? അങ്കിള് വരും. മോള് വാ, അമ്മ ഡ്രസ്സ് മാറ്റിത്തരാം. വാ. ഇപ്പൊ വരാം. നീ വിഷമിക്കണ്ട മോളെ. അവളുടെ വിഷമം കൊണ്ട് ചിലപ്പോൾ പറഞ്ഞതായിരിക്കും. കുഞ്ഞിനെ കാണാനില്ലെന്നറിഞ്ഞ നിമിഷം മുതൽ അവൾ അനുഭവിച്ച സങ്കടം ഞാൻ നേരിട്ട് കണ്ടതാ മോളെ. മോൾ ക്ഷമിക്കേ. ഈ മനഃപൂർവ്വം അനൂപേട്ടനെ രക്ഷിക്കുന്നില്ല എന്നതുപോലെ മീരടുത്തിയുടെ സംസാരം. അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? രക്ഷപ്പെടുത്താനുള്ളൊരു അവസരം കിട്ടിയാ ഞാൻ എന്റെ അനൂപേട്ടനെ രക്ഷിക്കില്ലേ? അതൊക്കെ അമ്മയ്ക്ക് അറിയാം മോളെ. അവളുടെ മനസ്സിന്റെ നില ഇപ്പൊ ആകെ തെറ്റിയിരിക്കുക. അവനിപ്പോ പോലീസ് കസ്റ്റഡിയിലല്ലേ. ജയിലിൽ പോകോ അതോ ജാമ്യം കിട്ടോ ഒന്നും അറിയില്ലല്ലോ. പുറത്തിറങ്ങിയ അവനെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന ഗുണ്ടകൾ. അതിനിടയ്ക്ക് മോളെ ആ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയി. ഇതൊക്കെ അറിഞ്ഞ ഏതമ്മയുടെ സമനിലയാ തെറ്റാത്തത്? അവൾ ഇത്രയൊക്കെയല്ലേ പറഞ്ഞോളൂ. പോട്ടെ. മോളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. എനിക്കൊന്നും വേണ്ട അമ്മ. അല്ല മോളെ സച്ചി എവിടെ പോയി? പറഞ്ഞു തീർന്നില്ല, ദാ അവനെത്തി. താൻ എന്ത് പണിയോടെ കാണിച്ചത്? ആവണി മോളെ ഞാൻ പോയി കൊണ്ടുവരാന്ന് പറഞ്ഞതല്ലേ? പിന്നെന്തിനാ താൻ ഈ റിസ്ക് എടുത്തേ? വയ്യാതിരിക്കുന്ന ഈ സമയത്ത് താൻ എന്തിനാ അങ്ങോട്ട് പോയേ? അമ്മ ഒന്ന് കേൾക്കണം. ശരീരം അനക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകങ്ങളോട് പറഞ്ഞതാ. ആറ്റുനോറ്റ് പ്രാർത്ഥനയും വഴിപാടും കഴിച്ച് കിട്ടിയ കുഞ്ഞാ ഇത്. ഈ ടെൻഷന്റെ ബഹളത്തിനിടയ്ക്ക് അതിനെന്തെങ്കിലും സംഭവിച്ച? കുടുംബത്തിൽ എന്ത് കാര്യം വന്നാലും മുന്നും പിന്നും നോക്കാതെ അതിനുവേണ്ടി ചാടിയിറങ്ങും. ഇനിയെങ്കിലും അതൊന്ന് നിർത്താൻ അമ്മയുള്ളോടൊന്ന് പറയണം. അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് എനിക്കെന്തെങ്കിലും സംഭവിക്കും. മോനെ, സച്ചേട്ടാ, എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ആവണിമോള് ഒരു കുഴപ്പം കൂടാതെ തിരിച്ചു വരികയും ചെയ്തു. അവരിതൊക്കെ ചെയ്യുന്നത് എന്തിനാന്ന് തനിക്കറിയാവോ? എന്നിട്ടും തനിക്കെന്താ അത്ര സീരിയസ്നെസ് ഇല്ലാത്തത്? സച്ചേട്ടാ, അനൂപേട്ടനെ രക്ഷിക്കാൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അതിനിടയ്ക്ക് ആവണിമോ കൂടി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് താങ്ങാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ടാ ഞാൻ ആ മധുവിനെ പോയി കണ്ടത്. എന്നിട്ട് അവന്റെ കാല് പിടിച്ചു അല്ലേ? ആവണിമോക്ക് വേണ്ടി ഞാൻ ആരുടെ കാല് വേണമെങ്കിലും പിടിക്കും. അവളെ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെയല്ല. ആ മധുവിന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി. ആവണിമോളെ അവര് തന്നെ തിരിച്ചുകൊണ്ട് വിടുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ അനുഭവിച്ച ടെൻഷൻ ഇല്ലാതാവോ? എടോ, ഇപ്പൊ താൻ ഒറ്റയ്ക്കല്ല, ഉള്ളിലൊരു ജീവൻ കൂടിയുണ്ട്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള റിസ്ക് ഒന്നും എടുക്കരുത്.